ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ഓജോ ബോർഡിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചു, ശരിക്കും പ്രേതം വരുമോ, ഭൂതം വരുമോ എന്ന്. ഇവിടെ വരുന്ന ഭൂതമോ പ്രേതമോ ഒന്നുമല്ല, ഒരു നല്ല ആത്മാവാണ്. അതിനെ ഒരിക്കലും പ്രേതമെന്നോ ഭൂതമെന്നോ അഭിസംബോധന ചെയ്യരുത്. അത് വരുമ്പോൾ ആ രീതിയിൽ മോശമായ അഭിസംബോധന നടന്നാൽ അതിനുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് പല പ്രായത്തിലുള്ള വ്യക്തികളുടെ ചിന്താഗതികൾ ഉൾപ്പെടുത്തിയാണ്. കുട്ടികളുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ഹൊറർ ഇല്ല എന്ന് പറയരുത്. എല്ലാ പ്രായത്തിലുള്ളവർക്കുള്ള വീഡിയോസ് വരും. ഇതിൽ ക്ലാസ് ഉണ്ടാകും, ഹൊറർ ഉണ്ടാകും, ട്രെയിനിങ്ങും നടത്തും. ഇനി രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓജോ ബോർഡ് ഒരുക്കി വച്ചിട്ടുണ്ട്. ബോർഡിന് നടുക്കായി ഒരു പ്ലാസ്റ്റിക് കോയിൻ വച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വച്ചിട്ടുണ്ട്. പകൽ സമയത്തോ രാത്രി സമയത്തോ നമുക്ക് ഓജോ ബോർഡ് ചെയ്യാം. ദൈവത്തിൻ്റെ ചിത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെ ബാധിക്കില്ല. ചിലർ പറയും ദൈവത്തിൻ്റെ ഫോട്ടോസ് വേണ്ട, അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അധികം പ്രകാശം കുറഞ്ഞ മുറി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശാന്തമായ പ്രകാശം കുറഞ്ഞ മുറി തിരഞ്ഞെടുക്കുക. വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പ്രകാശമുള്ള മുറി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രകാശം കുറഞ്ഞ ശാന്തമായ മുറി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓജോ ബോർഡുമായി നിങ്ങളുടെ ശരീരം ഒന്ന് പൊരുത്തപ്പെടുന്നതിന് ഇത് വളരെ നല്ലതാണ്. ഓജോ ബോർഡുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകാശമുള്ള മുറി തിരഞ്ഞെടുക്കാം. ശേഷം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കാലുകൾ നിലത്ത് ചവിട്ടാത്ത വിധം ഒരു പായ മടക്കി അതിന്മേലോ മേശയുടെ പടിയിന്മേലോ വച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിൽ 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഈ ചെയ്യുന്ന ഓജോ ബോർഡ് നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ബോർഡിൽ ആവശ്യമുണ്ടെങ്കിൽ പൗഡർ ഉപയോഗിക്കാം. പൗഡർ ടാൽക്കം പൗഡറോ ക്യാരംസ് പൗഡറോ എന്തായാലും ഉപയോഗിക്കാം. കോയിൻ തടസ്സമില്ലാതെ നീങ്ങാൻ വേണ്ടിയാണ് പൗഡർ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം വളരെ ശാന്തതയോടെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കോയിന്മേൽ വിരൽ വയ്ക്കുക. വിരൽ വയ്ക്കുമ്പോൾ കൈമുട്ടോ മറ്റു ഭാഗങ്ങളോ മേശയിൽ സ്പർശിക്കരുത്. ഒരു കാരണവശാലും കോയിൻ അമർത്തിപ്പിടിക്കരുത്. കോയിൻ്റെ അറ്റം ചേർന്ന് വിരൽ കോയിൻ്റെ മേൽ വളരെ മൃദുവായി തൊടാനേ പാടുള്ളൂ. ആത്മാവിന് ശരീരം ഇല്ലാത്തതിനാൽ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് കോയിൻ നീക്കേണ്ടതായി വരും. അതിനാലാണ് കോയിൻ വിരൽ വയ്ക്കുമ്പോൾ ബലം പിടിക്കരുത് എന്ന് പറയുന്നത്. കൈ ബലം പിടിക്കാതെ അഴച്ചിടുക. ഇതിന് ശേഷം മന്ത്രം ചൊല്ലാം. മന്ത്രം കാണാതെ പഠിച്ച് ചൊല്ലുക. 12 തവണയെങ്കിലും ആവർത്തിച്ച് മന്ത്രം ഉരുവിടുക. ഗുഡ് സ്പിരിറ്റ് കം എന്ന് പറഞ്ഞാൽ ആത്മാവ് വരുമോ എന്ന് അറിയില്ല. ഈ മന്ത്രം ചൊല്ലിയാൽ ഉറപ്പായും ആത്മാവ് വരും. പുണ്യലോകത്ത് വാഴുന്ന ഉയർന്ന രീതിയിലുള്ള പുണ്യാത്മാക്കൾക്ക് നമസ്കാരം. താങ്കളുടെ സ്നേഹവും ആദരവും സഹായവും എന്നും പ്രതീക്ഷിക്കുന്ന ഞങ്ങളോട് വന്ന് ഓജോ ബോർഡ് രീതിയിൽ സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.
യാതൊരു കാരണവശാലും ആവശ്യമില്ലാതെ മന്ത്രം ഉറക്കെ ഉച്ചരിക്കാനോ ഉരുവിടാനോ പാടില്ല. ഓജോ ബോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചൊല്ലാവൂ. കാണാതെ പഠിക്കാൻ മനസ്സിൽ കുറച്ചു തവണ വായിക്കുക. ഓജോ ബോർഡിൽ ഇരിക്കുമ്പോൾ ആത്മാവിനെ വിളിക്കാനുള്ള മന്ത്രം വെറുതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദൂഷ്യഫലങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിയായിരിക്കുന്നതല്ല. എപ്പോൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ മന്ത്രം ചൊല്ലിയാലും തിരിച്ചുവിടാനുള്ള മന്ത്രം പഠിച്ചിരിക്കണം. ചൊല്ലി തിരിച്ചുവിടുകയും വേണം. ഓജോ ബോർഡിൽ ആത്മാവിനോട് സംസാരിച്ച ശേഷവും അല്ലാത്ത സമയത്ത് അറിയാതെ ചൊല്ലി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെയും തിരിച്ചുവിടാനുള്ള മന്ത്രം ചൊല്ലി തിരിച്ചുവിടുക. ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയ ശേഷം ഓജോ ബോർഡ് ചെയ്യാൻ ഇരിക്കുക. പകുതി മനസ്സിലാക്കി ചെയ്തതോ കുട്ടിക്കളിയായിട്ടോ തമാശയായിട്ടോ കരുതി ചെയ്യുന്നവർ അപകടം വിളിച്ചു വരുത്തും. അതിനൊരു പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരവും ഓജോ ബോർഡും വരുന്ന ആത്മാവും തമ്മിലുള്ള പൊരുത്തപ്പെടൽ അനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടാം, ചിലപ്പോൾ കുറച്ച് ദിവസം നീളാം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ വളരെ ചെറിയ രീതിയിൽ കോയിൻ നീങ്ങുന്നതായി മനസ്സിലാകും. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ കോയിൻ പതുക്കെ പതുക്കെ എസ് ഭാഗത്തേക്ക് നീങ്ങും. കോയിൻ എസ്സിലെത്തിയാൽ നമ്മൾ ആ കോയിൻ വലിച്ച് നടുക്കുള്ള വട്ടത്തിൽ എത്തിക്കുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വന്ന ആത്മാവ് നല്ലതാണോ മോശമാണോ എന്ന് തിരിച്ചറിയലാണ്. നിങ്ങൾ ഓജോ ബോർഡ് ഉപയോഗിക്കുമ്പോഴും നല്ല ആത്മാവാണോ മോശമാണോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം സംസാരിക്കുക. അതിനായി ആത്മാവിനോട് നിങ്ങൾ ഒരു നല്ല ആത്മാവാണോ എന്ന് നിങ്ങളുടെ അടുത്ത ദീപം ചൂണ്ടിക്കാട്ടി ഈ ദീപം സാക്ഷിയായി ചോദിക്കുക. കോയിൻ എസ്സിൽ പോകുന്നുണ്ടെങ്കിൽ അത് നല്ല ആത്മാവാണ്. നിങ്ങൾക്ക് തുടർന്ന് ആത്മാവിനോട് നല്ല രീതിയിൽ സംസാരിക്കാം. കോയിൻ നോയാണ് പോകുന്നതെങ്കിൽ വന്നിരിക്കുന്നത് നെഗറ്റീവ് ആത്മാവാണ്. യാതൊരു കാരണവശാലും പിന്നീട് തുടർന്ന് സംസാരിക്കാൻ പാടില്ല. നെഗറ്റീവ് ആത്മാവാണെങ്കിൽ കോയിൻ നിങ്ങളായിട്ട് നേരെ ഗുഡ് ബൈയിൽ കൊണ്ടുവരിക. ശേഷം തിരിച്ചുവിടാനുള്ള മന്ത്രം മൂന്നാമത്തെ വീഡിയോസിൽ പറയും. ആ മന്ത്രം ചൊല്ലി തിരിച്ചുവിടുക. നല്ല ആത്മാവാണോ മോശം ആത്മാവാണോ എന്ന് തിരിച്ചറിഞ്ഞ് സംസാരിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഓജോ ബോർഡ് മോശം അനുഭവവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ ചെയ്യുമ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആത്മാവിനോട് തുടർന്ന് സംസാരിച്ചാൽ അത് നിങ്ങളോട് നിങ്ങളുടെ ശരീരം വിട്ടുതരാൻ ആവശ്യപ്പെടുകയോ അതിന് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരം നിങ്ങൾക്ക് കണ്ടെത്തി കൊടുക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യും. മാത്രമല്ല അത് നിങ്ങളെ പിന്തുടരുകയും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കുകയും ചെയ്യും. യാതൊരു കാരണവശാലും നെഗറ്റീവ് ആത്മാവിനോട് ഒരു കാര്യവും ചോദിച്ചറിയരുത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചറിഞ്ഞാൽ മാത്രമേ ആത്മാവ് നമ്മളോട് തിരികെ എന്തെങ്കിലും ആവശ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവ് ആത്മാവിനോട് ചോദിക്കരുത് എന്ന് പറഞ്ഞത്. വരുന്ന പാടെ തിരികെ പറഞ്ഞു വിട്ടേക്കുക. ഇനി പോസിറ്റീവ് ആത്മാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചോദിച്ചറിയാം. പരമാവധി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ശ്രമിക്കുക. പേരെന്താണ്, വയസ്സ്, എത്ര വയസ്സിൽ മരിച്ചു, എങ്ങനെയാണ് മരിച്ചത്, വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണ്ട എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ആത്മാവ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അവരെ നിർബന്ധിക്കാനോ വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കാനോ പാടില്ല. നമ്മൾ വരുന്ന നല്ല ആത്മാവിനോട് ഡേറ്റ് അല്ലെങ്കിൽ വർഷമോ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ തെറ്റുത്തരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിന് കാരണം നമ്മുടെ ഭൂമിയിലെ കലണ്ടറും ആത്മാവിൻ്റെ ലോകത്തെ കലണ്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആത്മാക്കളുടെ ലോകത്ത് 1000 വർഷം എന്ന് പറയുന്നത്
ഭൂമിയിലെ ഒരു നിമിഷം പോലെയും, ഒരു നിമിഷം എന്ന് പറയുന്നത് ഭൂമിയിലെ 1000 വർഷം പോലെയും ആയി വരുന്നത് കൊണ്ടാണ് തെറ്റായിട്ട് വരുന്നത്. ഇത് തെറ്റുന്നതിനർത്ഥം അതൊരു നെഗറ്റീവ് ആത്മാവാണെന്നല്ല, അതൊരു പോസിറ്റീവ് ആത്മാവാണ്.